നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഹൃദയത്തിൽ നന്ദിയുടെ പുഷ്പങ്ങൾ വിരിയിക്കുന്ന, ജീവിതത്തിൻ്റെ സൗന്ദര്യം ആഘോഷിക്കുന്ന ഒരു മനോഹര യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരുമിച്ച് ഒരു മായാജാല വഴിയിലൂടെ സഞ്ചരിക്കാം. നന്ദിയും കടപ്പാടും നിറഞ്ഞ മനുഷ്യരുടെ 10 അതുല്യ ലക്ഷണങ്ങൾ പരിചയപ്പെടാം. ഒരു നിമിഷം ചിന്തിക്കൂ, നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ദയ, ഒരു സ്നേഹനിർഭരമായ വാക്ക്, ഒരു പുഞ്ചിരി, അത് നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്പർശിച്ചു. ആ നന്ദിബോധം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സമ്പന്നമാക്കി. ഇന്ന് ഈ 10 ലക്ഷണങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ ദിനങ്ങൾ എത്ര മനോഹരമാകുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് വെറും വാക്കുകളല്ല, ഒരു പുതിയ ജീവിതശൈലിയുടെ തുടക്കമാണ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് ഒരു ഊഷ്മളമായ സ്വാഗതം. ഈ ചാനൽ ഒരു തിരിനാളമാണ്. പ്രചോദനം, പോസിറ്റീവ് ചിന്തകൾ, ഹൃദയസ്പർശിയായ കഥകൾ, ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രകൾ, ഇവയെല്ലാം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ യാത്രയിൽ കൂട്ടുകാരനാകാൻ ഞങ്ങൾക്ക് അവസരം തരൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ പിന്തുണ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നു. ഇനി ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് സുഖമായി ഇരുന്ന് നമുക്ക് ഈ മനോഹര യാത്ര ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്ദി വാക്ക് എന്ത് മാറ്റം വരുത്തുമെന്നറിയാമോ? ഒരു ചെറിയ നന്ദി ബന്ധങ്ങളെ, മനസ്സിനെ, ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യും? ഈ വീഡിയോയിൽ ഞാൻ നിന്നോട് പങ്കുവയ്ക്കാൻ പോകുന്നത് നന്ദിയുള്ള മനുഷ്യരുടെ 10 ലക്ഷണങ്ങൾ. ഇവ ജീവിതത്തെ മാറ്റിമറിക്കും. അവസാനം വരെ കൂടെ കാണൂ, കാരണം ഈ ലക്ഷണങ്ങൾ ഹൃദയത്തിൻ്റെ താക്കോലാണ്. നന്ദിയും കടപ്പാടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കുന്ന മാന്ത്രിക ശക്തിയാണ്. ഇതൊരു വാക്കല്ല, ഒരു ജീവിത ശൈലിയാണ്. ഈ 10 ലക്ഷണങ്ങൾ ഒരു പുരാതന നിധി പോലെ ഓരോന്നും വ്യത്യസ്തമായ കഥകളിലൂടെ തുറന്നു നോക്കാം. ഓരോ ലക്ഷണവും ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും അതെങ്ങനെ നമ്മുടെ ദിനങ്ങൾ മനോഹരമാക്കുമെന്നും നമുക്ക് കണ്ടെത്താം. 1. ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ശീലം. ഒരു തിരക്കേറിയ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു യുവതി ദിവസം മുഴുവൻ ഫയലുകൾക്കിടയിൽ മുഴുകിയിട്ടും അവൾ തൻ്റെ സഹപ്രവർത്തകൻ്റെ ഒരു ചെറിയ സഹായത്തിന്, ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നതിന് നന്ദിഭാവം പറഞ്ഞു. ഈ ചെറിയ വാക്ക് അവളുടെ മനസ്സിനെ പ്രകാശിപ്പിച്ചു, ഓഫീസിനെ ഒരു സന്തോഷകരമായ ഇടമാക്കി. ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം, ഒരു ബസ് ഡ്രൈവറുടെ ക്ഷമ, ഒരു കടക്കാരൻ്റെ പുഞ്ചിരി, ഇവയ്ക്ക് നന്ദി പറയൂ. ഒരാഴ്ചയിട്ട് പരിശീലിച്ച് മനസ്സിൻ്റെ മാറ്റം അനുഭവിക്കൂ. 2. നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. ഒരു കോളേജ് വിദ്യാർത്ഥി പരീക്ഷകളുടെ തിരക്കിനിടയിൽ തൻ്റെ ജനലിനപ്പുറം വിരിഞ്ഞ പൂക്കളുടെ സൗന്ദര്യത്തിൽ നന്ദി കണ്ടെത്തി. പരീക്ഷാ പരാജയത്തിൻ്റെ ഭയത്തിനിടയിലും ഈ ചെറിയ നിമിഷങ്ങൾ അവൻ്റെ മനസ്സിനെ ശാന്തമാക്കി. ഈ ദൃഷ്ടികോൺ അവനെ മാനസികമായി ശക്തനാക്കി. ജീവിതത്തിൽ ഒരു തിരക്കേറിയ ദിവസത്തിനിടയിൽ ഒരു നല്ല നിമിഷം, ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു പാട്ടിൻ്റെ താളം, ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഇത് നമ്മുടെ ഹൃദയത്തെ സമാധാനപൂർണ്ണമാക്കും. 3. മറ്റുള്ളവരെ സഹായിക്കാനുള്ള തുറന്ന മനസ്സ്. ഒരു ബസ് യാത്രയിൽ ഒരു മുതിർന്ന പൗരൻ്റെ ഭാരമേറിയ ബാഗ് എടുക്കാൻ ഒരു യുവാവ് സഹായിച്ചു. ആ മുതിർന്നയാൾ നൽകിയ നന്ദി എന്ന വാക്ക് യുവാവിൻ്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറച്ചു. ഈ ചെറിയ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ബന്ധം സൃഷ്ടിച്ചു. ജീവിതത്തിൽ ഒരു ചെറിയ സഹായം, ഒരു സുഹൃത്തിനൊരു ഉപദേശം, അയൽവാസിക്കൊരു സഹായം നൽകൂ. ഒരു മാസം ഇത് പരിശീലിച്ച് നന്ദിയുടെ ചക്രം അനുഭവിക്കൂ. 4. ക്ഷമിക്കാനുള്ള മനോഭാവം. ഒരു കുടുംബാംഗവുമായുള്ള തർക്കത്തിന് ശേഷം ഒരമ്മ തൻ്റെ മകനോട് ക്ഷമിച്ചു. ആ ക്ഷമാശീലം അവരുടെ ബന്ധത്തെ പുനർനിർമ്മിച്ചു, ഹൃദയത്തെ ഭാരമുക്തമാക്കി. ഈ നന്ദിബോധം അവരുടെ വീടിനെ സമാധാനത്തിൻ്റെ ഇടമാക്കി. നിന്റെ ജീവിതത്തിൽ ഒരു പഴയ വേദന, ഒരു സുഹൃത്തിൻ്റെ തെറ്റ്, ഒരു തെറ്റിദ്ധാരണ, ഇവയെ ക്ഷമിക്കാൻ ശ്രമിക്കൂ. ഒരു കടലാസിൽ തൻ്റെ വേദന എഴുതി അതിനെ വിട്ടൊഴിയാൻ തീരുമാനിക്കൂ. നന്ദി നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കും. 5. വിനയശീലം. ഒരു സ്കൂൾ അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനത്തിൻ്റെ ക്രെഡിറ്റ് അവരുടെ കഠിനാധ്വാനത്തിനും രക്ഷിതാക്കളുടെ സന്ദർശനത്തിനും നൽകി. ഈ വിനയം അവരുടെ ബന്ധങ്ങളെ ദൃഢമാക്കി, അവരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാക്കി. വിനയം നന്ദിയുടെ അടിത്തറയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു വിജയം, ഒരു ജോലിയിലെ നേട്ടം, ഒരു പദ്ധതിയുടെ വിജയം, മറ്റുള്ളവർക്ക് നന്ദി പറയൂ. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. 6. പ്രതിരോധശേഷി. ഒരു ചെറുകിട വ്യാപാരി തൻ്റെ ബിസിനസ്സിൽ നഷ്ടം നേരിട്ടപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്തി. തൻ്റെ ശക്തിയും സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ടെന്ന് ഓർത്ത് അവൻ നന്ദി പറഞ്ഞു. ഈ മനോഭാവം അവനെ പുതിയ വിജയത്തിലേക്ക് നയിച്ചു. ജീവിതത്തിൽ ഒരു പരാജയം, ഒരു ജോലി നഷ്ടം, ഒരു നിരാശ, ഇവയിലൊരു പാഠം കണ്ടെത്തും.
ഒരു ജേണലിൽ നിന്റെ പ്രതിസന്ധികളും അതിൽ നിന്ന് ലഭിച്ച ശക്തിയും എഴുതൂ. നന്ദി നിങ്ങളുടെ ശക്തിയാകും. 7. ദൃഢമായ ബന്ധങ്ങൾ. ഒരു കല്യാണ വീട്ടിൽ ഒരു സുഹൃത്ത് തൻ്റെ സഹോദരനെ പോലെ സഹായിച്ചു. നന്ദി എന്ന വാക്ക് അവരുടെ ബന്ധത്തെ ആഴമേറിയ ഒരു കുടുംബ ബന്ധമാക്കി. ഈ ദൃഢത അവരുടെ ജീവിതത്തെ സന്തോഷത്തിൻ്റെ ഉറവിടമാക്കി. ജീവിതത്തിൽ പ്രിയപ്പെട്ടവർക്ക്, ഒരു കുടുംബാംഗത്തിന്, ഒരു സുഹൃത്തിന് ഒരു നന്ദി വാക്ക് പറയൂ. ഒരു കത്തോ മെസ്സേജോ എഴുതൂ. ഈ ചെറിയ പ്രവൃത്തി ബന്ധങ്ങളെ മനോഹരമാക്കും. 8. ആനന്ദപൂർണമായ മനസ്സ്. ഒരു ഗായിക തൻ്റെ ആദ്യ കൺസേർട്ടിന് ശേഷം പ്രേക്ഷകരുടെ കൈയടിക്ക് നന്ദി പറഞ്ഞു. ആ നന്ദിബോധം അവളുടെ ഹൃദയത്തെ ആനന്ദത്താൽ നിറച്ചു, ജീവിതത്തെ പ്രകാശമാനമാക്കി. ജീവിതത്തിൽ ഒരു ദിവസം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ എഴുതൂ. ഒരു പാട്ട്, ഒരു ഭക്ഷണം, ഒരു ഓർമ്മ. ഈ നന്ദി നമ്മുടെ മനസ്സിനെ ആനന്ദത്താൽ നിറയ്ക്കും. 9. ജേണൽ എഴുതുന്ന ശീലം. ഒരു വീട്ടമ്മ തൻ്റെ ദിനചര്യകൾക്കിടയിൽ ഓരോ രാത്രിയും തൻ്റെ കുട്ടികളുടെ ചിരിയും ഭർത്താവിൻ്റെ പിന്തുണയും എഴുതി. ഈ ശീലം അവളുടെ മനസ്സിനെ ശാന്തമാക്കി, ജീവിതത്തെ ആഴമേറിയതാക്കി. ജീവിതത്തിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് എടുക്കൂ. ഓരോ രാത്രിയും 3 കാര്യങ്ങൾ എഴുതൂ. നിങ്ങളുടെ ദിവസത്തെ നന്ദിയുടെ നിമിഷങ്ങൾ. ഇത് നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കും. 10. പ്രകൃതിയോടുള്ള അടുപ്പം. ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ തൻ്റെ രാവിലെ നടത്തിനിടയിൽ മരങ്ങളുടെ തണലിനും പക്ഷികളുടെ ശബ്ദത്തിനും നന്ദി പറഞ്ഞു. ഈ ബന്ധം അവൻ്റെ മനസ്സിനെ ആത്മീയമായ ശാന്തിയിലേക്ക് നയിച്ചു. ജീവിതത്തിൽ ഒരു ദിവസം പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ. ഒരു പുഴയുടെ ഒഴുക്ക് നോക്കൂ. ഒരു പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കൂ. ഈ നന്ദി ജീവിതത്തെ സമൃദ്ധമാക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഈ ലക്ഷണങ്ങൾ ഒരു ജീവിതത്തിൻ്റെ നിധികളാണ്. നന്ദി എന്ന വാക്ക് ഒരു മാന്ത്രിക വാക്കാണ്. അത് ഹൃദയത്തെ തുറക്കുന്നു, ബന്ധങ്ങളെ ദൃഢമാക്കുന്നു, ജീവിതത്തെ മനോഹരമാക്കുന്നു. ഈ ലക്ഷണങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കൂ. ഒരു ചെറിയ തുടക്കം, ഒരു നന്ദി വാക്ക്, ഒരു പുഞ്ചിരി, ഇവ ജീവിതത്തെ പരിവർത്തനം ചെയ്യും. ഒരു വെല്ലുവിളി: ഈ ആഴ്ച ദിവസവും ഒരു നന്ദി പ്രവൃത്തി ചെയ്യൂ. ഒരു മെസ്സേജ്, ഒരു സഹായം. മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് 1000 നന്ദി പ്രിയ സുഹൃത്തെ. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ തിരിനാളം കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. ചിന്തകളും അനുഭവങ്ങളും കമൻറ്റുകളിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഈ ചാനൽ പ്രചോദനത്തിൻ്റെ ഒരു വീടാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദിയോടെ, സ്നേഹത്തോടെ. നന്ദി, നമസ്കാരം.